എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ നെല്ലിക്കയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മളിവിടെ 3 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. നെല്ലിക്കയെല്ലാം ഇനി നല്ലപോലെ കുരു കളഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാനുണ്ട്. നെല്ലിക്കയിൽ ഉണ്ടാകുന്ന ഒരു അടയാളമുണ്ട്. ആ അടയാളത്തിനനുസരിച്ചാണ് നമ്മളെപ്പോഴും മുറിച്ചെടുക്കാറുള്ളത്. നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കണമെന്നുമില്ല, മുഴുവനായിട്ട് നമ്മൾ അച്ചാറിട്ടാലും നല്ലത് തന്നെയാണ്. നെല്ലിക്കയെല്ലാം നല്ലപോലെ തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ നെല്ലിക്കയിലേക്ക് ചേർക്കാനുള്ള വെള്ളം കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കാറുള്ളത്. ഒരു 1.5 ലിറ്ററോളം വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കും ഇനി അച്ചാറിന് നമ്മൾ ചാറായിട്ട് ഒഴിക്കുന്നത്. നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. വെള്ളം നല്ലപോലെ തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി നെല്ലിക്ക ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ എണ്ണയിൽ തന്നെയാണ് നെല്ലിക്ക നല്ലപോലെ വഴറ്റി വേവിച്ചെടുക്കുന്നത്. ഉരുളിയിലാണ് നമ്മൾ നെല്ലിക്ക വരട്ടാനായിട്ട് പോകുന്നത്. ഉരുളി നല്ലപോലെ ഒന്ന് ചൂടായി അതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിച്ചാണ് അച്ചാർ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ലെണ്ണ നല്ലപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 5 കുടം വെളുത്തുള്ളിയായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ടു വന്നാൽ തന്നെ നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നെല്ലിക്ക കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നെല്ലിക്കയിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ നെല്ലിക്ക വേവോളം നമുക്ക് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇനി ഇളക്കി കൊടുത്താൽ മാത്രം മതി. ചൂടടിച്ച് എണ്ണ കിടന്ന് തന്നെ അത് വെന്തോളും. നെല്ലിക്ക വണ്ട് വന്ന് ശരിക്കും വേവുന്നതനുസരിച്ച് അതിൻ്റെ നിറം കൂടി മാറി വരും. നല്ലൊരു യെല്ലോ കളറിലേക്ക് അത് വരും കേട്ടോ. വേവുന്നതനുസരിച്ചാണ് അതിൻ്റെ നിറം മാറി വരുന്നത്. നല്ല പോലെ നമ്മുടെ നെല്ലിക്കയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു പച്ച കളർ മാറി ഒരു മഞ്ഞ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കണം. നല്ല ഒരു യെല്ലോ കളർ വരുവോളം നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അത് നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ നെല്ലിക്കയുടെ നിറമൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു മഞ്ഞ കളർ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തോന്ന് കൂടി നോക്കണം. നമ്മൾ കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കുന്നുണ്ട്. നെല്ലിക്കയുടെ ഒക്കെ നിറം നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ശരിക്കും ആ പച്ച കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി നെല്ലിക്ക വെന്തോന്ന് അറിയാനായിട്ട് ഒരു നെല്ലിക്ക എടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ച് നോക്കുമ്പോൾ നല്ലപോലെ മുറിയുവാണെങ്കിൽ അത് വെന്തോ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വെന്തോന്ന് അറിയാനായിട്ട് ഒരു കഷ്ണം എടുത്ത് മുറിച്ച് നോക്കിയിട്ടുണ്ട്. നല്ലപോലെ മുറിഞ്ഞ് വന്നാലും നമ്മുടെ നെല്ലിക്ക വെന്തോന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ നെല്ലിക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമുക്ക് നെല്ലിക്കയിലേക്ക് കുറച്ച് അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാർ പൊടി എപ്പോഴും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള നെല്ലിക്കയുടെ അളവ് അനുസരിച്ചാണ്. നമ്മളിവിടെ 3 കിലോ നെല്ലിക്കയായിരുന്നു എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ അച്ചാർ പൊടി ചേർക്കുന്നുണ്ട്. 2 പാക്കറ്റ് അച്ചാർ പൊടി ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും എരിവിനനുസരിച്ച് നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ നെല്ലിക്ക എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അച്ചാർ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അച്ചാർ പൊടിയെല്ലാം നെല്ലിക്കയിൽ നല്ലപോലെ പിടിക്കണം. അതുപോലെ നമ്മൾ വരട്ടിയെടുക്കുന്നുണ്ട്. നെല്ലിക്ക ഏകദേശം നമ്മൾ അച്ചാർ പൊടിയിലിട്ട് നല്ലപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള വെള്ളം, നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. എത്രയാണോ നമ്മുടെ നെല്ലിക്കയ്ക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളമായിരുന്നു തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നെല്ലിക്ക കുറച്ച് ചാറാക്കിയാണ് വെക്കാറുള്ളത്. അതിൻ്റെ ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നെല്ലിക്കയുടെ ചാറിനൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ചാറാക്കിയാണ് എപ്പോഴും വെക്കാറുള്ളത്. ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കരുത്. ശരിക്കും കുറുകിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമ്മുടെ നെല്ലിക്കയൊന്ന് തിളച്ചുകൂടി വരണം. തിളച്ച് നല്ലപോലെ എണ്ണ തെളിയോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇളക്കി കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇരുന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെല്ലിക്കൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. എണ്ണയെല്ലാം സൈഡിലൊന്ന് നല്ലപോലെ തെളിയോളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ നമ്മുടെ നെല്ലിക്കൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം. നമ്മളങ്ങനെ അച്ചാറൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇനി അച്ചാർ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർന്നു വെക്കാനുണ്ട്. പകർന്നു വെക്കുന്ന പാത്രത്തിൽ ഒരിക്കലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ലപോലെ തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രമാണ് അത്രയും നല്ലത്. നമ്മൾ നല്ലപോലെ തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഇപ്പോൾ പാത്രം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ അച്ചാർ കോരി മാറ്റാം. നമ്മൾ അച്ചാർ ഫുള്ളായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നല്ലപോലെ ഈ അച്ചാറൊന്ന് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. നമ്മളെപ്പോഴും അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും. അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഗ്ലാസ് ജാറിലേക്കൊക്കെ നമ്മൾ അച്ചാർ മാറ്റാറുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസ് ജാറ് നമ്മൾ ഒഴിച്ച് വെക്കുന്ന ഭരണിയും എപ്പോഴും നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം. ഒട്ടും വെള്ളം അതിലുണ്ടാകാൻ പാടില്ല. എങ്ങാനും വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, നമ്മുടെ അച്ചാർ കേടാകാതിരിക്കാനായിട്ട് ഒരു വാഴയില നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഒന്ന് പൊള്ളിച്ചതിന് ശേഷം അച്ചാറിലിട്ട് കൊടുക്കണം. അച്ചാറിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും ചീനിച്ചട്ടി അടുപ്പ് വെച്ചിരിക്കുന്നത്. ചീനിച്ചട്ടിയെല്ലാം ചൂടായി വന്നതിന് ശേഷം വീണ്ടും നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം വാഴയില എടുത്തിട്ടുണ്ട്. വാഴയിലയുടെ കൂമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇല. അത് നമുക്കിനി ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് 2 സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കണം. നമ്മൾ 2 ബോട്ടിലായിട്ടാണ് അച്ചാർ മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ 2 വാഴയിലയാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് എണ്ണ കിടന്ന് കഴിയുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരും. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. നമ്മൾ വാഴയിലയുടെ 2 സൈഡും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോ നമ്മുടെ വാഴയില അങ്ങനെ 2 സൈഡും നല്ലപോലെ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ജാറിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലെയർ പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ അച്ചാറെല്ലാം നല്ലൊരു ബോട്ടിലേക്ക് മാറ്റാം.
നമ്മൾ ഫുള്ളായിട്ട് അച്ചാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഴയില, അതായത് എണ്ണയിൽ പൊള്ളിച്ചെടുത്ത വാഴയില ഒരെണ്ണം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കാൻ പാകത്തിന് വേണം നമ്മൾ വാഴയില ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ വാഴയില വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ മുറുക്കി അടച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടുവരാതെ നമ്മുടെ അച്ചാർ സൂക്ഷിക്കാൻ പറ്റും. ഇനി അടുത്ത ബോട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് നെല്ലിക്ക നിറച്ചതിന് ശേഷം വാഴയില വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം അടച്ചു വെക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ നെല്ലിക്ക അച്ചാർ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതായിരിക്കും. ബൈ.